ഇന്ന് ഞാൻ വെള്ളക്കടല കറി വെക്കാനായിട്ടാണ്. ഈ ഒരു കപ്പിന് 1 കപ്പും പിന്നെ ഒരു അരക്കപ്പ് വെള്ളക്കടലയും കൊടുത്തിട്ടുണ്ട്. തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. നമുക്ക് സബോള ആദ്യം അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ച് എടുക്കുക. അത് കഴിഞ്ഞ് പച്ചമുളകും അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ആ കടലയൊന്ന് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞ് കുക്കറിലൊരു 3 വിസിലടിക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ 3 വിസിലടിക്കുന്നിടം വരെ വേവിച്ചെടുത്തായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിനകത്ത് കടുക് എണ്ണയ്ക്കകത്ത് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, സബോള ഇതുമിട്ട് ശകലം ഉപ്പൂടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ആകുമ്പം പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അങ്ങ് എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിനകത്ത് 3 വിസിലടിച്ച് കടലയുടെ വെന്തിരിപ്പുണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് ആ വെള്ളത്തോട് കൂടെ തന്നെ അതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. നമുക്ക് ആ സമയത്തേക്ക് തേങ്ങ അരച്ചെടുക്കാം. മിക്സിക്ക് ജാറിനകത്തോട്ട് തേങ്ങ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു നുള്ള് ജീരകവും ഇട്ട് നമുക്കിത് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം അത് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരച്ച് വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കറി തിളയ്ക്കല്ലേ. തിളച്ചാൽ ഇത് കറി പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറു ചൂടോടെ തന്നെ തേങ്ങാപ്പാലൊഴിച്ച് ഇളക്കിയെടുക്കുക. അത് കഴിയുമ്പോഴത്തേനും ഗ്യാസ് നമുക്ക് ഓഫാക്കിയിട്ട് നമുക്ക് കടുകും ചന്തമുളകും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോഴത്തേനും കറി തിളച്ച് പോകല്ലേ. തിളച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.